ഹേ ഗൈസ്, ഫ്രൈഡേ ഹാപ്പൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫ്രൈഡേ പിന്നെ ആർക്കും പോകണ്ടാത്തതുകൊണ്ടും ജിമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കള്ളപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഇത് രണ്ടും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ചേട്ടൻ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മാംഗോസൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ബോക്സിൽ ഇങ്ങനെ മാങ്ങ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാംഗോസ് മേടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ധനാമാളിൽ ഒരു മാംഗോ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ ബോക്സൊക്കെ കുറേ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ലാഭത്തിൽ. പക്ഷേ ചിലർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ പച്ചമാങ്ങയായിരുന്നു, ചിലതൊക്കെ നല്ല കേടായ മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മിക്കപ്പോഴും ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്തും നോക്കിയൊക്കെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ മേടിക്കാം. അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾസ് എല്ലാം ഞാനെല്ലാം എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ മിക്കപ്പോഴും വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ആയാലും ശരി, ഞാൻ ഒരു മാസത്തേക്കുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ വാങ്ങിച്ച് വെക്കും. എപ്പോഴും നമുക്ക് സെൻട്രൽ മാർക്കറ്റിലോട്ട് ഓടി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മേടിച്ച് വെക്കും. ആദ്യം ചീത്തയാവുന്ന വെജിറ്റബിൾസൊക്കെ ആദ്യം എടുക്കും. എന്തായാലും കറക്റ്റ് ഒരു മാസമൊക്കെ എനിക്ക് വെജിറ്റബിൾസ് ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചു. ഇപ്പം ഞാൻ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മിക്കവരും എൻ്റെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട് വല്ല മാറ്റങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത്. സത്യമായിട്ടും കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറയുന്നുണ്ട്, തളരരുത് രാമൻകുട്ടി, തളരരുത്, മുന്നോട്ട് തന്നെ പോയിക്കോളുക. ഈ PCOD ഹോർമോൺ ചേഞ്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം പതുക്കെ ആവത്തോളം എനിക്ക് തന്നെ അറിയാം. പിന്നെ എൻ്റെ ബോഡി, എൻ്റെ ശരീരപ്രദം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മുന്നോട്ട് എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോയി കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിവതും ഷുഗർ നല്ലോണം ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുവേ ഞാൻ ഷുഗർ കഴിക്കുന്ന ഒരാളല്ല. എന്നാലും ഷുഗർ ലോ ആവുന്ന സമയത്ത് ഞാൻ കുറേ മുട്ടായികളൊക്കെ വാരി കഴിക്കുമായിരുന്നു. അതൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷുഗർ ലോ ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് ഷുഗർ കണ്ടൻ്റുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നടക്കാനൊക്കെ പുറത്തോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ള നാളെ കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.